ഹലോ, അസ്സാം വലൈക്കും. അപ്പം നമ്മൾ റിയാദിൽ എത്തിയിട്ട് റിയാദിത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞങ്ങളിവിടെ റിയാദിൽ എത്തിയിട്ട് റിയാദ് ദമാം റോഡിലുള്ള അവിടെ തന്നെയാണ് നമ്മൾ റൂം എടുത്തത്. അപ്പം നമ്മൾ വരുമ്പോൾ തന്നെ booking.com ഓൾറെഡി റൂമൊക്കെ എടുത്തിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ കുഴപ്പമില്ലാത്ത നല്ലൊരു റൂമാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വന്നു, ഫ്രഷൊക്കെ ആയി. മൻസൂർക്കാടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടിയിട്ട് പ്ലാൻ എന്തായിരുന്നെന്ന് വെച്ചാൽ സ്കൈ ബ്രിഡ്ജ് കാണാൻ പോകാനായിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് റിയാദിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പം നമുക്ക് ഈ ദമാമെന്ന് റിയാദിലേക്ക് എത്തുമ്പോൾ എന്താ പറയുക, റിയാദ് ഭയങ്കര ഒരു കളർഫുള്ളായിട്ട് തോന്നി. പിന്നെന്താ, ക്യാപിറ്റൽ സിറ്റിയും കൂടി അല്ലേ, അപ്പം അതിൻ്റെതായ ഒരു ഇതും എന്താ പറയുക, ഒരു ലക്ഷറിയും എന്തൊക്കെയോ നല്ലൊരു മൊത്തത്തിൽ ദമാമിൽ നിങ്ങൾ റിയാദിക്ക് എത്തിയപ്പോൾ തന്നെ നല്ലൊരു മൊത്തത്തിലുള്ളൊരു ഭയങ്കര വൈബായിരുന്നു കാണാനും, സ്ഥലങ്ങൾ കാണാനും, അവിടുത്തെ ഓരോ ബിൽഡിങ്സും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ മെയിൻ കാര്യത്തിലേക്ക് കടക്കാം. അപ്പം ഞങ്ങൾ സ്കൈ ബ്രിഡ്ജ് കാണാൻ വേണ്ടി അവിടെ എത്തി. ഇതാ ഈ കിങ്ഡം സെൻറ്റർ എന്ന് പറഞ്ഞ അതിൻ്റെ 99th ഫ്ലോറാണ് സ്കൈ ബ്രിഡ്ജ്. അപ്പോൾ നമ്മൾ താഴത്തൊക്കെ നോർമലി ഒരു മോൾ തന്നെയാണ്. അതും ഫുള്ള് എന്താ പറയുക, ലക്ഷറി ബ്രാൻഡ്സ് ഉള്ള ഒരു വലിയൊരു മോളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലാണ്, ഏറ്റവും മുകളിൽ. അപ്പോൾ നമ്മൾ കയറി അതാ കണ്ട 97 98 99 അവിടെയാണ് നമ്മുടെ സ്കൈ ബ്രിഡ്ജ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ മറ്റേ ബുർജ് ഖലീഫൊക്കെ പോലെ ആ ഒരു ഇതന്നെയാണ്, ആ ടോപ്പിൽ കയറിയിട്ട് അങ്ങനെ ആ ഒരു സംഭവം തന്നെയാണ്. പിന്നെ രാത്രി ആയതുകൊണ്ട് ഭയങ്കര പഞ്ഞിണ്ടായിരുന്നു, കാരണം ഫുൾ ലൈറ്റ്സ് ഒക്കെ ഓൺ ആയിട്ട് ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ടിക്കറ്റ് റേറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാൾക്ക് വരുന്നത് 69 റിയാലാണ് കേട്ടോ, ഒരു അഡൾട്ടിന് വരുന്നത്. പിന്നെ 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വരുന്നത് 23 റിയാൽ വെച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു വട്ടെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. കാരണം ഭയങ്കര ലൈറ്റ്സും പിന്നെ ലിഫ്റ്റൊക്കെ കണ്ട ഷൂ എന്ന് പറയുമ്പോഴത്തേനും 99ലേക്ക് എത്തി. അപ്പം ഞങ്ങളെല്ലാവരും നല്ല എൻജോയ് ചെയ്തിട്ട്, കാരണം നല്ല രസമാണ്. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു, കാരണം ഒരു 69 റിയാലൊക്കെ കൊടുത്ത് കയറില്ലേ. അപ്പോൾ പിന്നെ കുറച്ച് നേരം അവിടെ അങ്ങോട്ട് സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ച് കുറേ നേരം അവിടെ ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് അങ്ങനെ നല്ലതായിരുന്നു. മിലൂസും മീമിയൊക്കെ നല്ല എൻജോയ് ചെയ്ത് അങ്ങോട്ട് നടന്നു ഇങ്ങോട്ട് നടന്നു, നല്ല രസമായിരുന്നു മൊത്തത്തിൽ. അപ്പോൾ എന്തായാലും റിയാദിലുള്ളവർ ഇനിയും പോവാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോകണം. കാരണം ഒരിക്കലെങ്കിലും നമ്മൾ കാണേണ്ട ഒരു സംഭവമാണ്. സൗദിയിലുള്ളവരും ഒക്കെ എപ്പോഴെങ്കിലും ഒരു വട്ടെങ്കിലും നമ്മൾ അത് കാണണ്ട. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് നമ്മൾ കാണാതിരിക്കണത് മോശമല്ലേ എന്നൊക്കെ. അപ്പം നമ്മുടെ സ്കൈ ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ബൊലിവാർഡ് സിറ്റിയിൽ പോയി നോക്കാമെന്നായിരുന്നു പ്ലാന്. പക്ഷേ റിയാദിൽ പൊതുവെ നല്ല ട്രാഫിക്കാണെന്നാണ് പറഞ്ഞത്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ നല്ല ട്രാഫിക്കാണ്. അപ്പോൾ നമുക്ക് വിചാരിച്ച പോലെ നമുക്ക് അങ്ങോട്ട് കാണാൻ പറ്റില്ല എന്നാണ് അവിടെ ഉള്ളവർ തന്നെ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ബൊലിവാർഡ് സിറ്റിയുടെ അടുത്ത് കൂടെ ഒക്കെ ഒന്ന് പോയി നോക്കി. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്കൊന്നും കടക്കാൻ വയ്യ, ഭയങ്കര ക്രൗഡായിരുന്നു. ഇതാ കണ്ടില്ലേ, ഈ യന്ത്രൂഞ്ഞാലൊക്കെ കാണുന്നുണ്ട്, അത് അതിൻ്റെ ഉള്ളിലുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടികളും അത്രേ ഉള്ളൂ, ഇന്നത്തെ വീഡിയോ എത്രേ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ വരാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.